ഇൻസ്റ്റാഗ്രാം പുതിയൊരു ആപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. എഡിറ്റ്സ് എന്നുള്ള പേരിൽ തന്നെ എഡിറ്റിംഗ് ആപ്പാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെയിനായിട്ടുള്ള സെക്ഷൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് ഐഡിയാസ്, ഈ ആപ്പിൽ തന്നെ നമുക്ക് ഐഡിയാസ് വെച്ച് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതിൽ തന്നെ ഒരു ഇൻസ്പിറേഷൻ റീൽസ്, അതായത് റീൽ സെക്ഷൻ പോലെ തന്നെ ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് അതിൻ്റെ ഓഡിയോ വെച്ചിട്ട് തന്നെ നമുക്ക് റീൽസ് ചെയ്യാം. പിന്നെ അതിൽ ക്യാമറ, അതിന് തന്നെ ഓൺ റെക്കോർഡിംഗ് ഓപ്ഷൻ ഉണ്ട്. നമ്മൾ നോർമലി ക്യാമറ എടുക്കാതെ അതിന് തന്നെ റെക്കോർഡിംഗ് ഓപ്ഷൻസ് ഉണ്ട്, ഗ്രീൻ സ്ക്രീൻ ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് അത് എഡിറ്റ് ചെയ്തിട്ട് പ്രൊജക്റ്റായിട്ട് വെക്കാനുള്ള സെക്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ടൈം ലൈൻ, ഇതിപ്പോൾ നമുക്ക് വീഡിയോ എഡിറ്റിങ്ങിന് ടൈം ലൈൻസ് അതിൽ കട്ട് ചെയ്ത് ട്രാൻസിഷൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ക്യാപ്ഷൻസ് നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഓഡിയോ ലൈബ്രറി, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുള്ള നോർമലി ഉള്ള ഓഡിയോസ് ഒക്കെ ഇതിൽ, റണ്ണിങ് ഓഡിയോസ് ആണെങ്കിലും സേവ് ചെയ്ത് വെച്ച ഓഡിയോസ് ഒക്കെ ആണെങ്കിലും ഒക്കെ ഇതിൽ സെക്ഷനിൽ കിട്ടും. പിന്നെ വീഡിയോസ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് ഓഡിയോ ആണെങ്കിൽ നമുക്ക് ചെയ്യാം. അതുപോലെ ഫോണ്ട് പ്ലസ് ആനിമേഷൻസ്, ഫിൽറ്റേഴ്സ്, ട്രാൻസിഷൻസ്, വോയിസ് എഫക്ട്സ് കൊടുക്കാം, ആനിമേറ്റ്സ് കൊടുക്കാം. പിന്നെ ലാസ്റ്റായിട്ട് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നെ പബ്ലിഷ് ചെയ്യുക. ഇൻസൈറ്റ്സ്, നമ്മൾ നോർമലി ആപ്പ് വരുന്നത് പറഞ്ഞാൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഡയറക്റ്റ് നമ്മൾ ഏത് ഇൻസ്റ്റാഗ്രാം ഹാൻഡിലാണോ നമ്മൾ ലോഗിൻ ആയിട്ടുള്ള, അഥവാ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഏതാണോ ഉള്ളത് അത് ലോഗിൻ ചെയ്യണം. നോർമലി നമ്മൾ ഇൻസ്റ്റാഗ്രാം ആപ്പ് ആ ഡിവൈസിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിക്റ്റേറ്റ് ആവും. നേരെ അത് അലോ കൊടുത്തു കഴിഞ്ഞാൽ, കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആപ്പ് നേരെ ലോഗിൻ ആവും. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ സേവ് ചെയ്ത് വെച്ച ഫയൽസ്, നമ്മൾ ആ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെച്ച റീൽസ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇവിടെ പ്ലേയിങ് സെക്ഷൻസ് ഉണ്ട്, റീൽസ് പ്ലേ ആവുന്ന സെക്ഷൻ ഉണ്ട്. അതിൽ നമുക്ക് നോർമലി റീൽ വെക്കാം, ഇവിടുന്ന് ഓഡിയോ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നമ്മളെ പ്രോജക്റ്റ് വരുന്ന ഇൻ്റർഫേസ് ആണ്. നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണും ഓഡിയോ വീഡിയോ കാര്യങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള ക്യാമറ ഓൺ സെക്ഷൻ. പിന്നെ നമ്മുടെ ഇൻസൈറ്റ്, അതായത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആയത് വെച്ചാണ് ലോഗിൻ ചെയ്തിട്ടുള്ള അതിൻ്റെ ഇൻസൈറ്റ് ഇവിടെ കാണാൻ പറ്റും. പിന്നെ നമുക്കുള്ള സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ന്യൂ പ്രോജക്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്കിവിടെ എല്ലാം നമ്മളിപ്പോൾ പറഞ്ഞ സെക്ഷൻസ് ഒക്കെ ഓഡിയോ, ടെക്സ്റ്റ്, വോയിസ്, ക്യാപ്ഷൻസ്, ഓവർലേ എഫക്റ്റ് എല്ലാം കൊടുക്കാം. നമുക്ക് ഇനിയിപ്പോൾ ഒരു ടൈം ലൈനായിട്ട് ഇവിടെ ഉള്ള സെക്ഷൻസ് കാണാം. പിന്നെ ഉള്ളതാണ് അവിടെ 4K കാര്യങ്ങൾ, 4K 60 FPS എല്ലാം നമുക്കിവിടെ എക്സ്പോർട്ട് ചെയ്യുന്ന ടൈമിലാണെങ്കിൽ. പിന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്രാൻസിഷൻസ് കാര്യങ്ങൾ ഒക്കെ കൊടുക്കാം. അവിടെ നല്ല രീതിയിൽ ട്രാൻസിഷൻസ് കാര്യങ്ങളുണ്ട്. ഏകദേശം ക്യാപ് കട്ട് എന്താണോ ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ക്യാപ് കട്ടിനൊരു വെല്ലുവിളി ആയിട്ട് വരും നല്ല രീതിയിൽ. എന്താ വെച്ചാൽ നമുക്ക് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഞാൻ രാവിലെ ഇന്നലെയാണ് ആപ്പ് ലോഞ്ച് ആയത്. ഇന്നലെ ആപ്പ് ലോഞ്ച് ആയതിനു ശേഷം ഞാൻ ഇന്ന് രാവിലെ എടുത്തപ്പോൾ അപ്ഡേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം ആപ്പ് വീഡിയോ എടുക്കാൻ നിന്നപ്പോഴും അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അത് നോർമലി ഒരു ആപ്പ് അപ്ഡേറ്റ് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴാണ്. അപ്പോൾ ഇത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ നിൽക്കുകയാണ്, ഓരോന്ന് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ നിൽക്കുകയാണ്. പിന്നെ നോർമലി നമുക്ക് സിമ്പിളായിട്ടുള്ള പറഞ്ഞാൽ എക്സ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ എക്സ്പോർട്ട് ഇൻ്റർഫേസ് കണ്ടാൽ തന്നെ അറിയാം. ക്യാപ് കട്ട് പറഞ്ഞാൽ ഇതേ ഒരു രീതിയിൽ തന്നെയാണ് എക്സ്പോർട്ട് ഇൻ്റർഫേസ് വരുന്നത്. എക്സ്പോർട്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് നേരെ ഇൻസ്റ്റാഗ്രാമിലോട്ട് പബ്ലിഷ് ചെയ്യാം. അതായത് ഷെയർ ടു ഇൻസ്റ്റാഗ്രാം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഏതാണ് അക്കൗണ്ടാണോ ലോഗിൻ ആയിട്ടുള്ളത് അത് നേരെ പബ്ലിഷിംഗ് ഏരിയയിലോട്ട് പോകും. അതിൽ ഞങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാൻ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. അപ്പോൾ ഇനി ഈ ഒരു ആപ്പ് വെച്ച് നമുക്ക് നല്ല രീതിയിൽ എഡിറ്റ്സ് കാര്യങ്ങൾ ക്രിയേറ്റേഴ്സിനാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് നമ്മളെ പേജ് ഫോളോ ചെയ്ത് കൂടെ കൂടിക്കും. ഓക്കെ, ബൈ.